ഹായ് ഓൾ, ഐ എം സുഫിയാൻ. കഴിഞ്ഞ 2 വീക്കായിട്ട് നമ്മൾ എൻ്റെ കളക്ഷനിലെ ഡിസൈനർ സമ്മർ പെർഫ്യൂംസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നീഷ് സമ്മർ പെർഫ്യൂംസിനെ പരിചയപ്പെടാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലേക്ക് വരാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു റിവ്യൂവും കൂടെ ഉണ്ട്. ലൂയി വിത്തോണിൻ്റെ ക്ലോണായിട്ടുള്ള മസാജ് ഇൻഫ്യൂസ്ഡ് ഇമാജിനേഷൻ്റെ ക്ലോണാണ്. അപ്പോൾ ഇതും നമുക്ക് അതിൻ്റെ ഇടയിൽ ചെയ്യാം. അപ്പോൾ ലെറ്റ് us get to the video. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. ഹായ് ഓൾ, അപ്പോൾ വെൽക്കം ബാക്ക്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ലിസ്റ്റിലോട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് പെർഫ്യൂമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നേ സംസാരിച്ചൊരു പെർഫ്യൂമാണ്. ഫുൾ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. മാർക്ക് ആന്തോൺ ബറോ എന്ന ബ്രാൻഡിൻ്റെ ഗനിമെയ്ഡ്. ഈ ഒരു പെർഫ്യൂം ഈവൻ നീഷ് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവർക്ക് പോലും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തൊരു പെർഫ്യൂം കൂടെയാണ്. പക്ഷെ പലരുടെ ഇടയിലും ഭയങ്കര പോപ്പുലർ, കുറേ 5-10 ബോട്ടിലൊക്കെ വാങ്ങി വെച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ക്വന്റിൻ ബീഷ് എന്ന പെർഫ്യൂമർ, പുള്ളി കഴിഞ്ഞ കൊല്ലത്തെ ഹൈ ബീസ്റ്റ് ആയിരുന്ന ലമാൽ എലിക്സർ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ആളുടെ പാലറ്റിൽ വരുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്ന പെർഫ്യൂം കൂടെയാണ് MAB ഗനിമെയ്ഡ്. അപ്പോൾ ഞാൻ കയ്യിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ സ്പ്രേ ചെയ്യാം. ഈ ഒരു പെർഫ്യൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു ഫ്രഷ് ഫ്രൂട്ടിനെസ്, പെയറൊക്കെ പോലെയുള്ള ഒരു സ്മെല്ല് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെയർ ലിസ്റ്റ് ചെയ്തിട്ടില്ല, മാൻഡറിൻ ഓറഞ്ച് ഒക്കെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല്, ഒരു ഫ്രഷ് ഫ്രൂട്ടിനെസ് ഇതിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന 1-2 സ്മെല്ലുകൾ, അത് നിങ്ങൾക്ക് പല കാര്യങ്ങളുമായിട്ടും എന്താ പറയുക, ടച്ച് ചെയ്ത് സിമിലാരിറ്റി വരുത്താൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുത്തിരിക്കുന്ന, മഴയൊക്കെ വീണ് വെള്ളം പൊടിഞ്ഞിരിക്കുന്ന സ്റ്റീൽ റെയിലുകൾ ഉണ്ടാവുന്നുണ്ട് ബാൽക്കണിയിലൊക്കെ, അതിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിലുണ്ട്. ആ ഒരു മെറ്റാലിക് ടിഞ്ചുള്ള ആ ഒരു സ്മെല്ല്. അതുപോലെ തന്നെ നമ്മൾ പുതിയ ഷൂ ഒക്കെ ഒരു ബോക്സ് ഒന്ന് തുറന്നെടുക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, സ്വേഡ്, സ്ലൈറ്റ് ലെതറി ടച്ചൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലും ഈ ഒരു പെർഫ്യൂമിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ ഇതിലുണ്ടാവുന്നില്ല. കുറച്ചൊരു ടച്ച് ഓഫ് സാഫ്രൻ്റെ സ്മെല്ല് നിൽക്കുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഈ ഒരു മെറ്റാലിക് മിനറൽ ലൈക്ക് സ്മെല്ല്, പിന്നെ ഈ ഒരു സ്വേഡിൻ്റെ സ്മെല്ലൊക്കെയാണ് കൂടുതൽ നേരം നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക. ഇത് ടെനാഷ്യസ് ആണ്. അതായത് ഈ സാധനം നമ്മൾ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴും ഇത് സ്കിന്നിൽ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. ഞാൻ തലേന്ന് അടിച്ച്, ഞാൻ വിചാരിച്ചതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാകും. അങ്ങനെ അടുത്ത ദിവസം അലക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൈ ഉയർത്തിയ സമയത്ത് എന്തോ ഒരു സ്മെല്ല് വന്നു. ഞാനിങ്ങനെ പൊക്കി പോയി നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സ്മെല്ല് എവിടെയും പോയിട്ടില്ലെന്ന്. അതായത് 12 മണിക്കൂറിനൊക്കെ ശേഷമാണ് സംഭവം. അപ്പോൾ ലോഞ്ചിവിറ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ക്ലൈമറ്റിൽ ഈ സാധനം അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊജക്ഷനാണ് ആദ്യത്തെ ഒരു 2-3 അവറിൽ ആ ഒരു നല്ലൊരു സെൻ ബബിൾ തീർത്തതെന്നിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ അസോൾട്ടിങ് അല്ല, ക്ലീനാണ്. ഇതിലൂടെ ഒരു എയറി ടൈപ്പ് ഓഫ് സൺ പ്രൊഫൈലാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റാലിക് ടിഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്മെല്ലുകൾ, നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അജ്മലിലെ സിൽവർ ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. അത് സത്യത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്ന മെറ്റാലിക് സ്മെല്ല് എനിക്ക് ഭയങ്കര ഓവർ ബെയറിങ് ആയിരുന്നു. എനിക്ക് തലയ്ക്ക് പിടിക്കുന്ന തരത്തിലുള്ളൊരു ഫീൽ വരുന്ന സ്മെല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ കുറേ നാൾ അത് ഒഴിവാക്കിയിട്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ആ ഒരു ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഒക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞ ആ ഒരു സമയത്തൊക്കെയാണ് പിന്നെ ഇത് ട്രൈ ചെയ്തത്. അപ്പം അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പ്രശ്നം തോന്നിയില്ല. ഇത് സംഭവം സത്യം പറഞ്ഞാൽ അതൊരു ലൈക്കബിൾ ആയിട്ടുള്ള സെൻ പ്രൊഫൈലാണ്. ഭയങ്കരമായിട്ടുള്ള അനിമാലിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള പെർഫ്യൂംസ് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു സ്ലൈറ്റ് അനിമാലിക്സ് ഉണ്ട്. അത് പക്ഷേ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ എടുത്ത് ഫീൽ ചെയ്യുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ചൊരു നീഷ് ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് മാർക്ക് ആന്തോൺ ബറ ഗനിമെയ്ഡ്. പക്ഷെ ഇതൊന്ന് ഇത്തിരിയുടെ ഒരു മാസ് പ്ലേസിങ് സ്റ്റൈലിലേക്കുള്ള പെർഫ്യൂമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എസെൻഷ്യൽ പെർഫ്യൂംസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോ ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിന് 9,000-10,000 രൂപയുടെ റേഞ്ചിലാണ് മാക്സിമം പ്രൈസ് വരുന്നത്. അത് ഇതിൻ്റെ ഇത്തിരിയുടെ വെയറബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സെൻ പ്രൊഫൈൽ ആയിരിക്കും. ഇത് ഇത്തിരിയുടെ ആ ഒരു മെറ്റാലിക് ഹെവിയാണ്. മറ്റേതിൽ കുറച്ചൊരു ഹെർബൽ ഫീലൊക്കെ ഉണ്ട്. അത് രസമാണ്, നല്ല പെർഫ്യൂം തന്നെയാണ് എസെൻഷ്യൽ പെർഫ്യൂംസ് ബോ ഇമ്പീരിയൽ. അതും കുഴപ്പമില്ലാതെ വരുന്നത് നല്ലപോലെ തന്നെ എന്ന് പറയാം, പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് ട്രൈ ചെയ്ത്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല പേഴ്സണലി. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഡീക്കൻ്റെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക എവിടുന്നേലും. ഇതും അങ്ങനെ തന്നെ ഡീക്കൻ്റെ ഒക്കെ ട്രൈ ചെയ്തിട്ട് മാത്രം മേടിക്കേണ്ട പെർഫ്യൂമാണ്. ലോഞ്ചിവിറ്റി കാര്യമൊക്കെ ഓക്കെ, പെർഫോമൻസ് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം മേടിക്കേണ്ട ഒരു പെർഫ്യൂമാണ് മാർക്ക് ആന്തോൺ ബറോ ഗനിമെയ്ഡ്. സെക്കൻഡ് പെർഫ്യൂം ഞാൻ ഒരു 2 മാസം മുന്നേ സൗദി വിസിറ്റ് ചെയ്ത സമയത്ത് വാങ്ങിച്ചൊരു പെർഫ്യൂമാണ്.
അവിടുത്തെ ഒരു നീഷ് ബ്രാൻഡാണ് അബ്ദുൽ സമദ് അൽ ഖുറേഷി. അവരുടെ സഫാരി എന്ന് പറയുന്ന സീരീസ്, സഫാരി എക്സ്ട്രീം, ഒരു ബ്യൂട്ടിഫുൾ ലെതർ ബേസ്ഡ് സെൻ്റാണ്. അത് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അത് എൻ്റെ കയ്യിലില്ല. അപ്പം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ഡീക്കനൊക്കെ വാങ്ങിയിട്ട് സംസാരിക്കാം. അവരുടെ ആ ഒരു സഫാരി സീരീസിലേക്ക് അവർ റിലീസ് ചെയ്ത ഒരു പെർഫ്യൂമായിരുന്നു സഫാരി ബ്ലൂ. ഇതിൻ്റെ റിവ്യൂസ് അറോമാറ്റിക്സ് എന്ന് പറഞ്ഞ ചാനലൊക്കെ ഇതിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതൊരു ബ്ലൂ ഡി ഷാനലാണ്, മോർ മസ്കിയർ വെർഷൻ ഓഫ് ബ്ലൂ ഡി ഷാനൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. ട്രൈ ചെയ്യണോ, വലിയ കാര്യം ഉണ്ടാവുമോ എന്നുള്ളതിൽ പോയി. പക്ഷെ അവിടുന്ന് ഒരു ടെസ്റ്റർ സ്ട്രിപ്പിൽ ഈ ഒരു സാധനം അടിച്ചിട്ട് വാങ്ങി ഞാൻ റൂമിൽ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി കയറുന്ന ഒരു ഫീലുള്ള സ്മെല്ല്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ ആ ഒരു സ്മെല്ലെന്ന്, എനിക്ക് എന്താ പറയുക സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നു. പക്ഷെ ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന സ്മെല്ല് ഇതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അടുത്ത ദിവസം അങ്ങോട്ട് തന്നെ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ കുറച്ച് പ്രൈസിയാണ്, നമ്മുടെ 400 സംതിങ് 400 റിയാൽ എങ്ങാണ്ടോ, സൗദി അറേബ്യൻ റിയാലാണ് ആയി. അപ്പോൾ അറൗണ്ട് നമ്മുടെ 9,000 രൂപ, 9,000 സംതിങ് ആ ഒരു റേഞ്ചിലെന്തോ ആയിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം, അപ്പോൾ ഈ നൊസ്റ്റാൾജിയ വന്ന ഫീൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പെർഫ്യൂമിലേക്ക് ഇറങ്ങാൻ കാരണമായിട്ടുള്ള ഒരാൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഉമ്മയുടെ ഉപ്പയാണ്. പുള്ളി പെർഫ്യൂമിൽ കുളിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിലാണ് നല്ല കിടിലം പെർഫ്യൂം ഉണ്ടാവും. പക്ഷെ പുള്ളി നൈസായിട്ട് എന്ത് ചെയ്യും, നല്ല പെർഫ്യൂമൊക്കെ അലമാരയുടെ ഉള്ളിൽ കൂട്ടിയിട്ട് വെച്ചിട്ട് പുള്ളി പോകും. അപ്പോൾ ഒരു കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പുള്ളി ഒന്ന് പുറത്തെടുത്ത് വയ്ക്കുക. ആള് റോയൽ മിറാജ്, പിന്നെ നമ്മുടെ എക്സ് ലൂയിസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, അതിൻ്റെ പേര് എറ്റേണൽ ലവ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഉണ്ട്, വിമൻ, ഒരു പച്ച കളറിലുള്ള സാധനം. പക്ഷെ ഭയങ്കര നൈസ് സ്മെല്ലാണ് അത്. പിന്നെ റസാസി, ബ്ലൂ ഫോർ മെൻ, അങ്ങനത്തെ പെർഫ്യൂംസ് ഒക്കെ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ പിന്നെ ബ്രൂട്ട് അല്ലെ ബ്രട്ട് എന്താണോ, അപ്പോൾ ബ്രൂട്ട് എന്ന് പറയാം, ആ ഒരു പെർഫ്യൂം നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരു ആളായതുകൊണ്ട് അപ്പോൾ ഉമ്മാക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സൗദിയിൽ നിന്ന് വന്ന സമയത്ത് നാട്ടിലെത്തി ഞാൻ ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഉമ്മനോട് ചോദിച്ചു, ഈ ഒരു സ്മെല്ല് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ? അപ്പോൾ ഉമ്മ പറഞ്ഞ ബ്രൂട്ടിൻ്റെ സ്മെല്ലല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു ഓൾഡ് DNA ഇതിൽ എവിടേക്കോ പറ്റി പിടിച്ച് കിടപ്പുണ്ട്. അത് നല്ല രസമുള്ള ഒരു സെൻ പ്രൊഫൈലാണ് ബ്രൂട്ട്. പക്ഷേ അങ്ങനെ 1 to 1 എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൽ എവിടെയോ അതിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജിഞ്ചർ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. ആ ഒരു ജിഞ്ചറിൻ്റെ സ്മെല്ല്. വേറൊരു കാര്യം കൂടെ പറയാനുള്ള, ജിഞ്ചർ ചില സമയത്ത് എൻ്റെ സ്കിന്നിൽ എനിക്ക് മണക്കുമ്പോൾ ബ്രെഡിന് ഓർമ്മ വരും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ബ്രെഡ് ബേക്കറിയിൽ നിന്ന് സാധാ ബ്രെഡ് നമ്മൾ കഴിക്കുന്ന മിൽക്ക് ബ്രെഡോ അതൊക്കെ പോലെയുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ആ ഒരു സെയിം ഫീൽ എനിക്ക് YSL വൈയിൽ കിട്ടാറുണ്ട്, YEDPയിൽ. അപ്പം അതുപോലുള്ളൊരു സാധനം ഇതിലുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ജിഞ്ചറിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ വളരെ പെട്ടെന്ന് എനിക്ക് വേറൊരു സാധനം കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഇത് പയ്യെ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ ഒരു സ്വീറ്റ്നെസ്, ഫ്രഷ് സ്വീറ്റ് സ്മെല്ല് നിലനിർത്തിക്കൊണ്ട് കുറച്ച് സ്പൈസി എലമെൻറ്റ്സ് ഇതിലേക്ക് കയറി വന്നു. നട്ട്മെഗിൻ്റെ സ്മെല്ല്. ഇത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് എവിടെയോ എനിക്ക് കിട്ടിയൊരു ഒരു സെൻ്റാണല്ലോ, ഇത് എവിടെ നിന്നായിരുന്നു ഞാൻ മണത്തത്. ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ സവാജ് എലിക്സറിൻ്റെ ഒരു ബീക്കൻ ഉണ്ട്, ഡിയോർ സവാജ് എലിക്സർ, സോറി. അപ്പോൾ സവാജ് എലിക്സർ ആ ഒരു സ്മെല്ലാണെന്ന് എനിക്ക് പെട്ടെന്ന് കത്തി. ഡിയോർ സവാജ് എലിക്സറിലുള്ള ഒരു ലാവൻഡർ നട്ട്മെഗിൻ്റെ കോംബോ ഉണ്ട്. ആ ഒരു സെൻ്റാണ് പിന്നെ ഇതിലേക്ക് കയറി വരുന്നത്. അതൊരു ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇത് പക്ഷേ കുറച്ചുകൂടെ ആ ഒരു സ്പൈസി എലമെന്റ്സ് കുറച്ച് കൂടുതലാണ് സവാജ് എലിക്സറിൽ. പക്ഷെ ഇവിടെ എല്ലാം നൈസായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും അതിനിടയിൽ കൂടെ ചെറുതായിട്ടൊരു ഇങ്കി സ്മെല്ലുണ്ട്. ഇങ്കി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നീലമഷി അറിയാലോ, ഇതിൻ്റെ കളർ പോലെ നീലമഷി പേനയുടെ മഷി നമ്മളെ മേത്തായി കഴിഞ്ഞാൽ അതിനൊരു മണം ഉണ്ടാവും. ആ ഒരു ഇങ്കിനെസ് ഇതിലെവിടെയൊക്കെയോ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ഇതിലേക്ക് ഒരു മസ്കി ഫീലൊക്കെ കയറി വന്നിട്ട് അത് അങ്ങനെ അങ്ങനെ പോവുക ചെയ്യുന്നത്. എന്നാലും ആ ഒരു സ്പൈസി, ഒരു സ്വീറ്റ് മസ്കി സെൻ്റായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ബ്ലൂ ഡി ഷാനലുമായിട്ട് ഒരു ബന്ധമൊന്നും എനിക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. ഗ്രേപ്പ് ഫ്രൂട്ട് എന്നൊക്കെ നോട്ടൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേറൊരു സാധനം തന്നെയാണ്, ഇത് വേറൊരു സാധനമാണ്. ഇത് അങ്ങനത്തെ മസ്കുലീൻ സെൻറ്റുകൾ, ഡിയോർ സവാജ് എലിക്സർ ഒക്കെ പോലെയുള്ള ടൈപ്പ് ഓഫ് സെൻറ്റുകൾ, അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ സെൻറ്റുകൾ, ബ്രൂട്ടൊക്കെ പോലുള്ള സ്മെല്ലുകൾ, ആ ഒരു ടൈപ്പ് സ്മെല്ലുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഡേ ടൈം വെയർ ആയിട്ട് സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് സഫാരി ബ്ലൂ. പക്ഷേ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇതൊരു എക്സ്ട്രേറ്റീവ് പെർഫോം കോൺസെൻട്രേഷൻ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പൊതുവെ ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് പ്രൊജക്ഷൻ കുറഞ്ഞിട്ടാണ് വരാറ്. EDT ഒക്കെ ആയിരിക്കും സ്റ്റുഡിയോ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രേറ്റീവ് പെർഫോം എന്ത് ചെയ്യും, ലാസ്റ്റ് ചെയ്യും.
ഈ ഒരു സാധനം അങ്ങനെ തന്നെയാണ്. 7+ hours ഒക്കെ എനിക്ക് അത്യാവശ്യം ചൂടുള്ള സമയത്തും ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു അവറിലാണ് പുള്ളി ഇത്തിരിയൂടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത്തിരിയൂടെ ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് സഫാരി ബ്ലൂ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നാലും ഷെയർ ചെയ്യുക. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈൽ പലതിലും നിങ്ങൾക്ക് സാമ്യം തോന്നും. ഭയങ്കര യുണീക്ക് ഒന്നുമല്ല, അൾട്രാ യുണീക്ക് ആയിട്ടുള്ള നീഷ് സെൻ്റ് ഒന്നും അല്ല. പക്ഷെ ഇതിൽ വളരെ ലൈക്കബിൾ ആയിട്ടുള്ള കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ തരുന്ന എലമെന്റ്സ് ഉള്ള നല്ലൊരു പെർഫ്യൂമാണ്. അത്ര തന്നെ പ്രൈസ്ഡ് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 7,000 റേഞ്ചിലാണെങ്കിലും നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കും. ഇത് 75 ml ആണ്, അതിനാണ് 10,000-9,000 രൂപയുടെ റേഞ്ചിൽ കിടക്കുന്നത്. അപ്പോൾ സഫാരി ബ്ലൂ സെക്കൻഡ് പെർഫ്യൂം. തേർഡ് വൺ ഒരു മിനിയേച്ചറാണ്, സെർജോഫിൻ്റെ നിയോ. ഇത് ഒരു 15 ml ബോട്ടിലാണ്. ഇപ്പം ഞാൻ കുറച്ച് ഏകദേശം 5 ml യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂമിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ സ്മെല്ലുകൾ ഇരിക്കുന്നുണ്ട്. ഞാനൊരു ടെസ്റ്റർ സ്ട്രിപ്പ് എടുക്കട്ടെ. ഇതിൻ്റെ സ്മെല്ലിലേക്ക് വരുമ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ്. അത്ര തന്നെ പ്രൈസ് ഒന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ സമ്മറിൽ വേറെ നീഷ് പെർഫ്യൂംസിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമുക്കിതിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു പെർഫ്യൂം ഓപ്പണിങ്ങിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിട്രസ്, പിന്നെ ഗ്രീൻ എലമെൻറ്റ്സ്, ഗ്രീൻ ലീവ്സിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ജെന്റിൽമാൻ കൊളോൺ ഓർമ്മ വന്നു. പക്ഷേ പിന്നെ ആ ഒരു ഗ്രീൻ ലീവ്സിൻ്റെ സ്മെല്ല് പതിയെ 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 താഴ്ന്നു വന്നിട്ട് സിട്രസ് ഇങ്ങനെ മേലേക്ക് വരാൻ തുടങ്ങും. സിട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ, വെറും ലെമൺ അല്ല, ലെമൺ ഗ്രാസ്, നമ്മുടെ പുൽത്തൈലം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ടൈപ്പിലെ സ്മെല്ലിലേക്ക് ഇങ്ങനെ മാറി മാറി വരും. ഈ ഒരു ഗ്രീൻ എലമെൻറ്റും കൂടെ നൈസായിരുന്നു. ഇത്തിരിയൂടെ ഒരു മെച്ചുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു സിട്രസി ഗ്രീൻ ടൈപ്പ് ഓഫ് സ്മെല്ലുകളൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഈ ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ല് പയ്യെ ഇങ്ങനെ കയറി വരും. ആ ഒരു ഗ്രീൻ ആ ഷാർപ്നെസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ട് അതിങ്ങനെ പതിഞ്ഞിരിക്കാൻ തുടങ്ങും. പിന്നെ ഈ ഒരു ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ല് പോയി 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 നമുക്ക് പലപ്പോഴും ഈ ലെമൺ ക്യാൻഡീസ്, ചിലർക്കൊക്കെ ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഓർമ്മ വരും. പക്ഷേ ഇത് വളരെ നാച്ചുറലായിട്ട് സ്മെല്ല് ചെയ്യുന്ന ലെമൺ ഗ്രാസ്, ലെമണിൻ്റെയൊക്കെ സ്മെല്ല് തന്നെയാണ്. പക്ഷേ ഈ ഒരു സാധനം നമുക്ക് നാട്ടിൽ പലപ്പോഴും എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ് ലെമൺ ഗ്രാസ്. നാട്ടിൽ ഫ്ലോർ ക്ലീനേഴ്സിലും അതിലൊക്കെ വളരെ സുലഭമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് പുൽത്തൈലം കിട്ടാൻ വളരെ സുഖമാണ്. മലയിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ഒരു സ്മെല്ല് നമുക്ക് ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലെമൺ ഗ്രാസിൻ്റെയും ലെമണിൻ്റെയും കുറച്ചൊരു ഗ്രീൻ എലമെൻസിൻ്റെയൊക്കെ ടൈപ്പ് സെൻറ്റ് പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് നിയോ. പക്ഷേ ഓവർ പ്രൈസ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേ സ്ഥാനത്ത് ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ സെർജോഫിൻ്റെ ടൊറിനോ വാങ്ങിക്കും. ടൊറിനോ 21. അതെനിക്ക് സംഭവം സിംപ്ലിസ്റ്റിക് ആണെങ്കിലും അത് ഇത്തിരിയൂടെ ഇതിനേക്കാളും എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്ത്. ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ആവറേജ് ആണ്. 45 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ ആദ്യത്തെ ഒരു 1 to 1.5 hours കുഴപ്പമില്ലാതെ പ്രൊജക്റ്റ് ചെയ്യും. എന്നിരുന്നാലും ഫോർ വാട്ട് ഇറ്റ് ഈസ് വർത്ത് ഇത് കുറച്ചൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാം. അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് ക്ലാസി പെർഫ്യൂമാണ്. ഇതെൻ്റെ ഒരു ലവ് ആണ്, അറേബ്യൻ ഊദിൻ്റെ സുൽത്താനി. ഈ ഒരു പെർഫ്യൂം ഇതിനെക്കുറിച്ച് ഞാൻ കുറേ പൊക്കി പറയുന്നൊന്നും കേട്ട് നിങ്ങളാരും കണ്ണും പൊട്ടിയൊന്നും വാങ്ങിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ആയിരിക്കില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെൻറ്റും കൂടെയാണ് ഇത്. 50 ml ബോട്ടിൽ ഇപ്പോൾ തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 50 അല്ല 60. അപ്പോൾ ഏകദേശം ഒരു 3-4 ml ഒക്കെ ഇതിൽ ബാക്കിയുള്ളൂ. അത്ര ഞാൻ യൂസ് ചെയ്ത് തീർത്ത ഒരു പെർഫ്യൂമുകളിലൊന്നാണ് അറേബ്യൻ ഊദ് സുൽത്താനി. ഇത് സെൻറ്റ് പ്രൊഫൈൽ ഭയങ്കര ക്ലാസ്സിയാണ്. പക്ഷേ എനിക്ക് ഇത്തിരി ഡിസപ്പോയിൻമെൻറ്റ് തന്നൊരു സെൻറ്റും കൂടെ ആയിരുന്നു. കാരണം ഞാൻ 2 മാസം മുന്നേ അറേബ്യൻ ഊദ് വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നി അവർ ഇതിൻ്റെ പെർഫോമൻസിലൊക്കെ ലേശം കൈവച്ചിട്ടുണ്ട്. പിന്നെ അത്ര തന്നെ ഒരു ഫീല് തന്നില്ല. ചിലപ്പം നമ്മൾ കുറച്ച് നാളൊക്കെ ഇരുന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ സെറ്റിലായി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും മതി. എന്നിരുന്നാലും ഈ ഒരു സ്മെല്ലിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് സിട്രസി ഓർ ഫ്രൂട്ടി അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്കൊന്നും വരുന്ന സ്മെല്ലല്ല. ഒരു ലൈറ്റ് എയറി ടൈപ്പ് സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ ഇതിന്ന് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയറി കാഡമം, അതാണ് ഇതിൻ്റെ ക്ലാസ്. ഇത് പക്ഷേ ഈ ഒരു കാഡമം നോട്ട് അവർ പല പെർഫ്യൂംസിലും, അറേബ്യൻ ഊദ് തന്നെ പല പെർഫ്യൂമിലും അവർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ അവിടെ പോയി കുറേ എണ്ണം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈൽ പലതിലും എനിക്ക് കാണാൻ പറ്റി. അൽഫരീദ് ആയിരുന്നോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട് അവരുടെ. അപ്പം അതിലൊക്കെ ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു കാഡമം, അതിൻ്റെ സ്മെല്ലുണ്ട്. വളരെ നൈസായിട്ടുള്ള ആ ഒരു കാഡമം, ഒരു വുഡി ക്യാരക്ടർ. ഇത് ഭയങ്കര സിട്രസി ഒന്നുമല്ല. ഓപ്പണിങ്ങിലൊരു ലൈറ്റ് സിട്രസ്, അതിനൊന്നും
പുറത്തേക്കൊന്ന് പുഷ് ചെയ്യാൻ കുറച്ചൊരു സിട്രസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെന്നുള്ളൂ. വളരെ ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സെൻറ്റ് പ്രൊഫൈലാണ് അതിനുള്ളത്. പിന്നെ പോകെ പോകെ ഒരു ലൈറ്റ് ഫ്ലോറൽസിൻ്റെ ഒക്കെ ടച്ച് ചെയ്തൊന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ബേസിലേക്ക് ഒരു സ്മൂത്ത്, ഭയങ്കര ക്രീമി ഒന്നും അല്ലാത്ത ഒരു എന്താ പറയുക, സ്ലൈറ്റ് ഡ്രൈ ആയിട്ടുള്ള സാൻഡൽ വുഡിൻ്റെ ഒക്കെ സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂം കിട്ടുന്നത്. ഞാൻ ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഷർട്ടിൻ്റെ എൽബോയുടെ അവിടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണപ്പിച്ച് നോക്കുന്ന തരത്തിലാണ്. അങ്ങനെ ഉള്ളൊരു സ്മെല്ലാണിത്. അതേ ഒരു ഫീൽ എനിക്ക് തന്ന വേറൊരു പെർഫ്യൂം ഗെർലാൻ്റെ ലോ മീഡിയ LEDP. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് മാത്രം മേടിക്കുക, അത് വേറെ കാര്യം. കാരണം ഇതിൻ്റെ പ്രൈസ് 100 ml 8,000-9,000 രൂപയുടെ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ഇപ്പം കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ വളരെ ക്ലാസി ആയിട്ടുള്ളൊരു സെൻ്റാണ്. ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എനിക്ക് ആ സമയത്ത് ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്ത സമയത്ത്, കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂവിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ വിസിറ്റ് ചെയ്ത സമയത്ത് ഒരു കടയിൽ കയറി ഒരു 2-2.5 മണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും ഇത് വെയർ ചെയ്തിട്ട്. അപ്പോൾ അവിടെ കടയിൽ നിൽക്കുന്ന ഒരു പുള്ളി ചോദിച്ചായിരുന്നു, നിങ്ങൾ ഏത് പെർഫ്യൂമാണ് വെയർ ചെയ്തിരിക്കുന്നത്, നല്ല സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അറിഞ്ഞൂടാ. അപ്പോൾ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 2-2.5 hours ആ ഒരു ലൈറ്റ് എയറി സൺ പ്രൊഫൈൽ ഇതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 6+ hours ഈസിലി, വലിയ ഭയങ്കരമായിട്ട് സ്വെറ്റൊന്നും ചെയ്യാത്തപ്പോൾ ഈസിലി ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഡോർസ് 8+ hours ക്ലോസിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാലും പുതിയ ബോട്ടിൽ എനിക്ക് ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഫീലാണ് തന്നത്. നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിട്ട് മാത്രം മേടിക്കാം. അപ്പോൾ തേർഡ് പെർഫ്യൂം ഫോർത്ത് പെർഫ്യൂം അറേബ്യൻ ഊദ് സുൽത്താനി. ഫിഫ്ത്ത് പെർഫ്യൂമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് മാൻസറയുടെ സെത്രാത്ത് ബോസെ ആയിരുന്നു. നിർഭാഗ്യവശാലും ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ അത് അവിടെ വെച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു നീഷ് പെർഫ്യൂം അല്ല, എന്നിരുന്നാൽ കൂടെ നമുക്ക് ഇതിനെ നീഷിൽ തന്നെ ഉൾപ്പെടുത്താം. കാരണം അത്യാവശ്യം നല്ല വിലയുണ്ട്. ബുൾഗാരി ടൈഗർ. ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ സോസ്പിയറോ വിബ്രാറ്റോ വൈബ്രാറ്റോ ആ ഒരു പെർഫ്യൂമൊക്കെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വിബ്രാറ്റോനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു പെർഫ്യൂം സത്യം പറഞ്ഞാൽ തുറാത്തി ബ്ലൂ ഒക്കെ ഉള്ളപ്പോൾ ഇത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കയ്യിൽ തുറാത്തി ബ്ലൂ ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് തീർന്നു. എനിക്ക് അത്യാവശ്യം എന്താ പറയുക, നന്നായി ഇഷ്ടപ്പെട്ട ഒരു സൺ പ്രൊഫൈലും കൂടെയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഒക്കെ സ്മെല്ലുകൾ. നിങ്ങൾ അങ്ങനത്തെ സിട്രസ് സ്മെല്ലുകൾ, അതായത് സിട്രസ് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ജിഞ്ചറിൻ്റെയും കോമ്പിനേഷൻ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് സൺ പ്രൊഫൈലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മെനക്കെട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടെ ഒരു സിട്രസ് പ്ലസ് കുറച്ച് അത്യാവശ്യം പ്രസൻ്റ് ആയിട്ടുള്ള വുഡ്സ് ഒക്കെയാണ് നിങ്ങളുടെ മെയിൻ ഏരിയ എങ്കിലും അതിലും ഇത് അത്ര പെടാത്ത ഒരു ആളാണ്. കാരണം മെയിൻലി സിട്രസിലേക്കാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ ഇവിടെയൊക്കെ പെർഫ്യൂം ഇരിക്കുന്നുണ്ട്, നമുക്കൊന്നുകൂടെ എടുക്കാം. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്ന ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെയും ജിഞ്ചറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്ക് എപ്പോഴോ സ്മെല്ല് ചെയ്ത സമയത്ത് മിറിണ്ടയുടെ സ്മെല്ലൊക്കെ ആയിട്ട് ഒരു സാമ്യം തോന്നിയ ഒരു പെർഫ്യൂം കൂടെയാണത്. ഒരു ബ്യൂട്ടിഫുൾ, പക്ഷേ തിരികെ റൈൻഡി, അതായത് നിങ്ങൾ നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലെങ്കിൽ പൊമേലോ ബബ്ലി മൂസ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ തോട് ഇത്തിരി ഒന്ന് സ്മെല്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിലൊരു ലേശം ഒരു ഇത്തിരി ഒരു ചവർപ്പുള്ള ടൈപ്പ് സ്മെല്ലുണ്ടാവും. ആ ഒരു സാധനം ഇതിലുണ്ട്. പക്ഷേ ജിഞ്ചറിൻ്റെ പ്രസൻസ് അത്യാവശ്യം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആംബ്രോക്സൺ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ ഡിഫ്യൂസ് ആവുന്ന ഒരു സ്മെല്ലും കൂടെയാണ്. എനിക്ക് തുറാത്തി ബ്ലൂ പലപ്പോഴും ക്ലോസിലൊക്കെ 10-12 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ചൂടൊന്നും ഇല്ലെങ്കിൽ, എന്നാലും നമ്മുടെ സമ്മറിലാണെങ്കിലും അത് 5+ hours നല്ലപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രൈസിന് 3000 രൂപയ്ക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സൺ പ്രൊഫൈൽ നല്ല വർത്തി തന്നെയാണ്. ഇതിൻ്റെ അടിയിലേക്ക് ഇത്തിരി മസ്ക്, സ്പൈസി എന്ന് ഞാൻ പറയില്ല, ചിലപ്പം ജിഞ്ചറിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് നിങ്ങൾ സ്പൈസി ആയിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാം. അപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ളൊരു സ്മെല്ലാണ്. പക്ഷേ അതിന് 27,000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക ആൾക്കാരിപ്പം. കാരണം ഇമാജിനേഷൻ്റെ സെൻ പ്രൊഫൈല് 31,000 രൂപയുടെ അടുത്തെങ്ങാണ്ട് ആയിട്ടുണ്ട് പ്രൈസ്. പക്ഷേ അത് വളരെ ഒരു അഡിക്റ്റിംഗ് ആയിട്ടുള്ള സെൻ പ്രൊഫൈലാണ്. നമ്മളെ അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സെൻ്റാണ്. നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും കൊള്ളാമെന്ന്. അങ്ങനെ എനിക്ക് ആദ്യം വലിയ താല്പര്യമില്ലാതെ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം കൂടെയാണ് ഇമാജിനേഷൻ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ക്ലോൺ വാങ്ങിച്ചത്. നമുക്ക് എന്തായാലും അടുത്ത് തന്നെ അതിനെ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതും ആ ഒരു സിമ്പിൾ സെൻ പ്രൊഫൈൽ തന്നെയാണ്. ഭയങ്കര സംഭവമല്ല, എന്നാൽ കൂടെ രസമാണ്. വേറെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടൈപ്പ് ഓഫ് സെൻ പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര രസമുള്ളൊരു സെൻ പ്രൊഫൈൽ ആയിരിക്കും ഇത്. മോഡറേറ്റ് ലോഞ്ചിവിറ്റി ഉള്ളൂ. ആ ഒരു 5 to 6 hours ഇടയ്ക്ക് തന്നെ നിൽക്കുന്നുള്ളൂ.
എന്നാലും നന്നായി വേർത്ത് കഴിഞ്ഞാലും അതങ്ങനെ ആ ഒരു സ്മെല്ല് അങ്ങനെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൊജക്ഷൻ ആണെങ്കിലും ആദ്യത്തെ 1.5 to 2 hour ആ ഒരു റേഞ്ചിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ ഏകദേശം 2-3 ml ഒക്കെ ബാക്കി ഉണ്ടാവും. ഞാൻ നല്ലപോലെ അടിച്ചിട്ടുണ്ട്, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുഴപ്പമില്ല. 8 ml ഉണ്ടായിരുന്നുള്ളൂ, ഇതിന് തന്നെ 2000 സംതിങ് 3000 രൂപയുടെ റേഞ്ചിൽ എന്തോ ആയി. അപ്പോൾ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുറാത്തി ബ്ലൂ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ റൂബ്രോക്ക തിയോറിയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അഫ്നാൻ്റെ തന്നെ സബ്സിഡിയറി ബ്രാൻഡാണ് റൂബ്രോക്ക, അത് വാങ്ങിച്ചാലും മതി. അത് തിരൂടെ. പക്ഷെ പലരും ഈ വിബ്രാറ്റോ ടൈഗറൊക്കെ കയ്യിലിരിക്കുന്ന അത്യാവശ്യം നല്ലപോലെ കളക്ഷൻ കയ്യിലുള്ള ആൾക്കാരുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ള കളക്ടേഴ്സ്. അവരൊക്കെ സ്പെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് റൂബ്രോക്ക തിയോറിയം. അപ്പോൾ തിയോറിയം എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. 2000 രൂപ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സെൻ പ്രൊഫൈൽ വേണമെന്നുണ്ടെങ്കിൽ 2000 അല്ല, പലപ്പോഴും 1500 രൂപയുടെ റേഞ്ചിലൊക്കെ ഇന്ത്യയിലെ സെല്ലേഴ്സിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം ആയിരിക്കും തിയോറിയം. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈഗർ വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത ആഴ്ച കുറച്ച് ബജറ്റ് റേഞ്ചിലോട്ട് പോവാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നീഷിലേക്ക് തന്നെ വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.